അതിരുകൾ വിസ്താരമാക്കുന്ന പ്രാർത്ഥന. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകും. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്റെ അതിരുകൾ വിസ്താരമാകും? എന്നെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പിശാച് ചുരുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, പിശാചിനെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് ഒതുക്കിക്കളയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, മുന്നോട്ടുള്ള എന്റെ വഴികളെ, എന്റെ അതിരുകളെ ചുരുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, ആത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ആത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഈ അതിരുകൾ വിശാലമാകൂ. ഇന്ന് രാത്രി ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പ്രവചനാത്മാവിൽ കൈമാറട്ടെ. അതിരുകൾ വിസ്താരമാകുന്ന പ്രാർത്ഥന, അതിരുകളെ വിസ്താരമാക്കുന്ന പ്രാർത്ഥന, ചുരുങ്ങിക്കിടക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥന നിന്റെ കൂടാരത്തിനകത്ത് ഉയരും തുടങ്ങുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പിശാചിട്ട ബൗണ്ടറികളെ ഇന്ന് രാത്രി പൊട്ടിക്കുവാൻ ഒന്ന് ജീവിതത്തിൽ അതിരുകൾ വിസ്താരമാക്കണം. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എപ്പോഴും പിശാച് നമ്മുടെ വഴികളെ നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നോക്കിക്കേ, ഒരു രാജ്യത്തിന്റെ വാതിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം, ഒരു രാജ്യത്തിന്റെ വാതിൽ നമ്മൾക്ക് തുറന്നു വെച്ചിരിക്കുമെന്ന് വിചാരിക്കുക. അതിനുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കി, അതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ എവിടെ നിന്നെങ്കിലും വരുന്ന ഒരു പോരാട്ടം നിന്റെ വഴികളെ അടയ്ക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് നിന്റെ അതിരുകളെ ചുരുക്കുന്നത്. നിനക്ക് വെളിപ്പെടേണ്ട നന്മകൾ, നിനക്ക് വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ, നിനക്ക് വെളിപ്പെടേണ്ട വിശാലതകൾ അത് ചുരുക്കി കളയാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എന്റെ മുന്നിലിരിക്കുന്ന ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നെങ്കിൽ, ഈ ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുന്നേ